നിങ്ങൾ താഴെ നോട്ടീസ് വരുമ്പോൾ ഞാൻ നോട്ട് ആയത് എന്താ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉന്നൂക്കിൽ മാറും, അല്ല ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. ഇത് ഇനി ആവർത്തിക്കും. ഇനി അവിടെ കൊലപാതകം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആനവേട്ടയ്ക്ക് പോകുന്നവർ 4-5 കുറ്റി തോക്ക് വെച്ചാൽ പോവുക. കൂട്ട കൊലപാതകമാണ് അവിടെ. ഹായ് ഹലോ നമസ്കാരം, സതീഷ് വയനാട് വണ്ടിമലയും. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മള് ഒരുപാട് നാളെ കുറച്ചു ദിവസം ഒരു ഗ്യാപ്പ് വന്നിട്ടോ ഒരു വീഡിയോ ഇടാന്. പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മള് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് നമ്മള് ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഒരു 4 കിലോമീറ്റർ വിളിച്ചാൽ കേൾക്കാത്ത ഒരു അകലത്ത് ഞാൻ ഇതാ ഇവിടെ ഒരു വലിയൊരു മലമുകളിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാല് പുത്തുമല എന്ന് പറയുന്ന സ്ഥലം അറിയാലോ. കുറച്ച് ഒരു ദുരന്തമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ആ ദുരന്തം ഉണ്ടായതിന്റെ വേദനയൊക്കെ മറക്കാനാകാതെ നിൽക്കുന്ന ഈ ഒരു പ്രകൃതിന്റെ ഒരു ഉയരത്താണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഞാൻ നിൽക്കുന്നതിന്റെ 2 സൈഡിൽ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇത് ശരിക്കും പൊട്ടിപ്പോയിട്ടുള്ളത്. അതിന്റെ നടുവില് ഇവിടെ നമ്മുടെ ശ്രീകുമാരേട്ടന്റെ വീട്ടിലാണ്, ചെഗുവേര ശ്രീകുമാരേട്ടൻ. അപ്പോ അറിയാലോ, അദ്ദേഹത്തിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ. അപ്പോ ശ്രീകുമാരേട്ടനെ ഞാനൊന്ന് വിളിക്കട്ടെ, കുറച്ച് അനുഭവങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ശ്രീകുമാരേട്ടാ ഒന്ന് വരൂ. വണ്ടിമലി സതീഷ് വയനാട്. അടിപൊളിയാണല്ലേ ശ്രീകുമാരേട്ടനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും ശ്രീകുമാരേട്ടന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പോ ഇവിടെ ചെറിയൊരു വിഷമമുണ്ട്. പഴയ ദുരന്തം നടന്ന ഓർമ്മ അത് അങ്ങനെ വരുന്ന വഴിക്കൊക്കെ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു പുതിയൊരു അനുഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത് കേട്ടോ. ഒരു വയനാട് വിംസ് മെഡിക്കൽ കോളേജിൽ അവിടെ ജോലി ചെയ്യുന്ന ജെസ്സി എന്ന ഒരു ചേച്ചിയുടെ ഇന്നലത്തെ അന്ത്യം സംഭവിച്ച വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ. ഒരു ആനയുടെ ആക്രമണത്താൽ അവർക്ക് ജീവൻ നഷ്ടമായി. അത് വലിയൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ നാട്ടില്. അപ്പൊ ഈ ഒരു പ്രദേശത്തൊക്കെ ആ ഒരു ആനയുടെ സാന്നിധ്യം ഉള്ളതാണ്. ആ സാന്നിധ്യമുള്ള സ്ഥലത്ത് അല്ലെ ശ്രീകുമാരേട്ടന്റെ അവസ്ഥയിൽ ഇവിടെ എന്താണ് എന്ന് പറയൂ. ആന സൈക്കോളജി ഓഫ് എലഫന്റ്. എന്താ സൈക്കോളജി? തടിമാടനാണ്, തനി വെജിറ്റേറിയൻ ആണ്, പേടിത്തൊണ്ടനാണ്. അതാണ് ആനയുടെ സൈക്കോളജി. തടിമാടനാണ്, തനി വെജിറ്റേറിയൻ ആണ്, പേടിത്തൊണ്ടനാണ്. അത് 3 നമ്മൾ മനസ്സിലാക്കുന്നത്. ആനയെ കുറിച്ച് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ആ ആന 2 ദിവസം ഉണ്ടായിരുന്നു സാറേ. തലേന്ന് രാത്രിയും മിനിഞ്ഞാന്ന് രാത്രിയും ആന എന്റെ കൂടെ ഇവിടെ ഉണ്ട്. അതാ രസം. എന്നെയല്ല കൊല്ലണ്ട്, എന്നെയാണല്ലോ കൊല്ലണ്ട്. ഇവിടെ അടുത്തുനിന്ന് കണ്ടിരുന്നു. ഈ മുറ്റത്തുണ്ടായിരുന്നു. ഈ പോണ വഴിക്ക് നിങ്ങൾക്ക് ചക്കട്ട് കാണാം. ആ ചക്ക 5-8 ചക്ക ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് വരുമെന്ന് അറിയില്ല. ഇനിയിപ്പോ അവൻ സൗകര്യമുള്ള പോരില്ല, എനിക്ക് അറിയില്ല അവൻ വരുന്നത്. പക്ഷെ അവൻ വന്നാ ഞാൻ അറിയും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവനും അറിയാം. ഞാൻ പേടിക്കണം സാർ. കാരണം ശ്രദ്ധിക്കാം, നിങ്ങൾ പേടിക്കണ്ട വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. രാവിലെ വൈകുന്നേരം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കേളമാടൻ ചന്തയ്ക്ക് പോലെ പോവാതിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തോളൂ. പറയാൻ മനസ്സിലായി. കാരണം ഞാൻ സത്യം പറയും, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. മിനിഞ്ഞാന്ന് എനിക്കെന്താ ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ അന്ന് ഇറിറ്റേഷനാണ്. മിനിഞ്ഞാന്ന് ജെസ്സിനെ കൊല്ലുന്നതിന്റെ അന്ന് രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി. കാരണം കടലക്കറിയായിരുന്നു. കടലക്കറിക്ക് ഭയങ്കര പൊടി കാരണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ നല്ല ഉറക്കം വന്നു. അപ്പൊ കടുവ വന്നു. ഇവിടെ കടുവ ഉണ്ട്. ആന പോട്ടെ, കടുവ അതിന് വലുത് പോടുണ്ട്. കടുവന്റെ നരിയുണ്ട്. അപ്പൊ കടുവ വന്നിട്ട് വീട് തള്ളി തുറന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നതാണ്. രാവിലെ ഉറക്കത്തുണ്ട്. അന്ന് രാത്രി വരെ ഉറക്കത്തുണ്ട്. പിറ്റന്നാൾ രാവിലെ ഒരു 9 ആയപ്പോൾ ഫോൺ വരുന്നു. 2 ദമ്പതികളെ ആന ചവിട്ടിക്കൊന്ന് 2 പേരെയും കൊന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 9-10 മണിയാവും എണീക്കാൻ. രാത്രി 2:30-3 മണിയാവും കിടക്കാൻ. ആ സാർ മനസ്സിലാക്കണ്ട്. അപ്പം അപ്പൊ ആ ഉറക്കത്തണ്ട് മുതൽ എനിക്ക് ടെൻഷൻ. പിറ്റുന്ന അതിലും വലിയ ടെൻഷൻ. അവളെ ചെയ്തത് അവളുടെ മരണത്തിന്റെ അവസാന നിമിഷം എനിക്ക് ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ഞാൻ കഴിക്കുന്നത്. ആന അവളെ പിടിച്ച് അങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. കാരണം ആന ശാന്തശീലത്തോടു കൂടിയാണ് അവളെ ഓടിച്ചിരുന്നത്. അല്ല ആനക്ക് ഒന്നും കൂടി കടിയാണ്ട് അവിടെ ചവിട്ടി പറിച്ച് ഓടിച്ചിരുന്നു. അല്ല ആന പരിശോധിച്ച് ആനക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാറ്റിടും. അല്ല ആനയ്ക്ക് കൊല്ലാൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഗോപാലിനെ കൊന്ന എങ്ങനെയാ? തല മാത്രം പൊട്ടിച്ചു. ആന വരുന്ന വഴിക്ക് ഗോപാലൻ വയറിനകത്ത് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആന വന്നു പരിശോധിച്ചു. ആന എലഫന്റ് ഡോക്ടറാണ് അദ്ദേഹം. പരിശോധിച്ച് നോക്കി റമ്മിന്റെയും വേർപ്പിന്റെയും മണം ആനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തല മാത്രം ചവിട്ടി പൊട്ടിച്ചു.
അല്ല സാറേ അങ്ങനെ തല മാത്രം ചവിട്ടി പിടിക്കും. ആന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു മുട്ടുസൂചി എടുത്തിട്ട് സാറിന്റെ കൈ തരും, ആ ജീപ്പ് എടുത്തിട്ട് വലിച്ച് താഴ്ക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇനി ആവർത്തിക്കും, ഇനി അവിടെ കൊലപാതകം നടക്കും. നിങ്ങൾ നേരത്തെ എന്തൊക്കെ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതാണ് കാരണം അറിയോ, ഞാൻ പ്രവചനം എന്ന് പറയുന്നത് സാറേ, കാരണം ഞാൻ അതിന്റെ സാധ്യത പറയുന്നുണ്ട്. സാധാരണ സാർ മനസ്സിലാക്കണ്ടേ, ഇപ്പൊ ഞാൻ ബൈക്കായിട്ട് പോകുമ്പോൾ പട്ടീനെ കണ്ടു, ഇടിച്ചു, എന്റെ കൈ വീണു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പട്ടീനെ കാണാൻ ശ്രദ്ധിക്കട്ടോ, നായി കുടുങ്ങിയ വീണ് കൈ ഓടിയെന്ന് പറയാണ്. ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ ഈ പോണാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ നിങ്ങൾ പോയിക്കൂടി, അപ്പൊ എനിക്കൊരു വിരോധമില്ല. അതാണ് ഇങ്ങനെ സംഭവിക്കാവുന്നത്. ഇപ്പൊ പുത്തുമല പുഴയിൽ കൂടി വന്ന പോലെ ഒരു വരവ് ചൂരന്മല പുഴയിൽ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പലരും പറഞ്ഞു, നിനക്ക് സുഖമല്ലേ, പോയി ചികിത്സിക്കും. എന്റെ അവസ്ഥകളും അതാ സംഭവിച്ചു. അതിന് സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പം ഇനിയും ക്യാഷ്വാലിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ സാറിനെ ഞാൻ നോട്ട് ചെയ്യുന്നത്. നിങ്ങൾ താഴെ നോട്ടീസ് വരുമ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്യാതെ എന്താ, 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉന്നൂക്കിൽ മാറും, അല്ല ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ എന്റെ ബാധ്യത. ഞാൻ പഠിപ്പിച്ച ഇതെന്തറിയോ, ഇത് ബ്രിട്ടീഷിന്റെ രാജ്യമാണ്. സാർ മനസ്സിലാക്കി, അത് പീപ്പിൾ പിടിക്കുന്നതാണ് ആനനെ പിടിക്കാൻ. ആന ഇവിടെ ഒന്നുമില്ല, ആന പോയി. ആനന് കുറെ കഴിയും വരാൻ. ആന റൗണ്ടാണ്, 200 കിലോമീറ്റർ നടക്കും ഒരു ദിവസം. ആന 200 കിലോമീറ്റർ വനപാതയിലൂടെ നടക്കും. അതായത് പറഞ്ഞുതരാം, സാറൻ പറഞ്ഞത് 900 കണ്ടി, പിന്നെ അട്ടമല, പുത്തുമല, ഈ 3 സ്ഥലവും കൂടി 3, 5, 15, ഒരു 150 കിലോ, 200 കിലോമീറ്റർ അത്രയും. നിങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. 7 നിമിഷം വരാം. ഞങ്ങൾ രാത്രി സാറ് കഴിഞ്ഞ വർഷം രാത്രി ഞാൻ മൂത്തൊഴിക്കാൻ ആന നമ്മൾ നിൽക്കുന്നിടത്തുണ്ട്, ഞെട്ടിപ്പോയി ഞാൻ. ശ്രീകുമാരേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് നിത്യക്കാഴ്ചയാണ്. ഇപ്പൊ അതിനനുസരിച്ച് പെരുമാറുക. ആനയോട് പെരുമാറുക, മഴ പെയ്യുമ്പോൾ മഴയോട് പെരുമാറുക, വെയിലടിക്കുമ്പോൾ വെയിലിനോട് പെരുമാറുക. നിങ്ങൾ ഈ കേളമ്മാടൻ ചന്തയ്ക്ക് വരെ പോവാതിരിക്കും. രാവിലൊക്കെ സാറേ അത് പട്ടി ഒരുന്ന അവര് താഴ്ന്ന് ശരിക്കും പേടിയാണ് ഇവിടെ നിൽക്കുമ്പോ. ഇവിടെ പേടിയോ, ഇവിടെ പേടിയോ. ഈ ആ ആന മിനിങ്ങാന്ന് ഇവിടുന്ന് ഒരു ചിഹ്നം വിളിച്ചിട്ട് ഞാൻ സൈലന്റ് ആയിരുന്നു പച്ചക്കണ്ട്. ആ സാർ മനസ്സിലാക്കണ്ടേ, ഞാൻ അവളെ മാറ്റി. അവളെ കണ്ടിട്ടില്ല, അവള് തുണി അലക്കിയിരുന്നു, ആറിയിരുന്നു, ഇവർക്കൊന്നും അറിയില്ല. അപ്പൊ സാറിനോട് അറിയില്ല. നിങ്ങൾക്ക് ഗൈഡൻസ് ഞാൻ തരണം. ഇവിടെ നായ്ക്കൾ അപ്പുറത്തുണ്ട്, 5 പട്ടിയുണ്ട്. 5 വീടുകളില്ല, പക്ഷെ പട്ടിയുണ്ട്. 5 പട്ടി എന്നറിയോ. അവിടെ ഞാൻ കുറച്ച് ഭാഗത്ത് വാഴ നട്ടിട്ടുണ്ട്. അപ്പം വാഴ നട്ട് നമ്മളെ പഴം വാങ്ങി അതാണത്. ഈ ചക്ക ചിലപ്പോ ഇന്നിപ്പോ ആ പ്ലാവിൽ നിൽക്കുന്ന ചക്ക ചിലപ്പോ ഇന്ന് രാത്രി വന്നാൽ തിന്നുമായിരിക്കാം. അതെ, ഈ ശ്രീകുമാരേട്ടന്റെ ഇവിടെ ഈ വീട്ടിൽ ഇതെവിടെ 4 കിലോമീറ്ററോളം ആരും താമസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും വിളിച്ചാൽ കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ പട്ടികളെ കുറെ കേൾക്കുമ്പോ അത് കാര്യം ശ്രീകുമാരേട്ടന്റെ ഈ ഏലത്തോട്ടത്തിൽ ഇവിടെ കാവലിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെ, അങ്ങനെയല്ലേ ഇതെല്ലാം പട്ടി എന്ന് പറഞ്ഞാൽ. അതെ, എനിക്ക് ഞാൻ പറഞ്ഞു സർഗചിത്രാപ്പച്ചൻ ആകാശവാണിയോട് പറഞ്ഞിട്ട് 1 മണിക്കൂർ കിട്ടിയത് എന്താണ്, എനിക്ക് സാറിന് 1 മണിക്കൂർ കിട്ടിയ ഒരു ജന്മം കിട്ടണം പറയാം. പട്ടികളെ നമുക്ക് കൊഞ്ചിക്കാം, തീറ്റി കൊടുക്കാം, കാവലാണ്, ജഡ്ജിയാണ്, ഒരിക്കലും നുണ പറയില്ല. ഇങ്ങനെ കുറെ പ്രത്യേകതകൾ പട്ടികളിലുണ്ട്. അപ്പൊ എനിക്ക് ലാളിക്കാനാണ് മെയിൻ ആയിട്ട്. എനിക്ക് ലാളിക്കണം, അവരെ കളിപ്പിക്കണം. ശരി. അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് അപ്പൊ ഈ ആനെന്തറിയോ, രാവിലെ വൈകുന്നേരം പോകും. എനിക്ക് പറഞ്ഞിട്ട് കാര്യമല്ല, പറഞ്ഞിട്ട് കേൾക്കാനും പോകുന്നില്ല. അവരവരുടെ വഴിക്ക് ഇവിടെ അത്രേ പറയാൻ. ഇനി ഇതിന്റെ പുറമെ എന്തൊരു കഷ്ടത. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദിവസം ഇവിടെ 2 വർഷം മുന്നേ ഇവിടെ സംഭവം. ആന ഇതേപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, പുലർച്ചെ വരെ എന്റെ അടുത്ത് നിന്നു. എനിക്കറിയാം ആന ഇതിൽ പോകുന്നുണ്ടെന്ന്. കാരണം ഇപ്പൊ ഒരാളെ ചാല് കാണിച്ചില്ല. ആന അവിടെ വന്നിട്ട് ഇതേപോലെ നിന്നിട്ട് മോളോട് കയറി പോയിട്ട് ആ വഴിയിൽ നിന്ന് ചക്ക പറിച്ചുകൊണ്ടിരിക്കുമ്പം ആനയുടെ കാല് കമ്പ് കുടുങ്ങി. ഈ 2 പ്ലാവുണ്ട്, ആ കമ്പ് കുടുങ്ങി. അപ്പം ആന അവിടെ കുടുങ്ങി കിടക്കുക. 4 പെണ്ണുങ്ങളുണ്ട് പണിക്ക് പോകുന്നു. അപ്പം 2 പെണ്ണുങ്ങള് അപ്പുറം കണ്ടു. 3ാമത്തെ പെണ്ണുങ്ങൾ ആനേനെ കണ്ടു. ഇത് ആനേനെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വീണിട്ട് ആന എടുത്ത് വലിച്ചെറിഞ്ഞ് കാലൊടിഞ്ഞു. സമരം നടക്കുക അവിടെ. ഫോറസ്റ്റ് ഓഫീസ് തല്ലി പൊളിക്കുന്നു. ഫോറസ്റ്റിനോട് ഞാൻ അവിടെ നിന്ന് സ്ഫോടനം നടത്തിയത് വന്നു. ഇത് മൃഗങ്ങള് ഉറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പൊ ഉറങ്ങുന്നവരുണ്ട്. പടക്കം പൊട്ടിച്ച് ഓടിക്കാനാണ് ഈ ഫോറസ്റ്റുകാര്. പടക്കം പൊട്ടിക്കാൻ തിരിഞ്ഞു വരും. ഒറ്റക്കൊമ്പനും ഇടഞ്ഞ ആനയും പടക്കം പൊട്ടിക്കുന്നിടത്തേക്ക് തിരിഞ്ഞു വരും. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആനവേട്ടയ്ക്ക് പോകുന്നവർ 4, 5 കുറ്റി തോക്ക് വെച്ചാൽ പോവാ. സൗണ്ട് കേട്ടാ അവര് പോകും. അതായത് വിരട്ടി ഓടിക്കുകയാണ്. പിന്നെ ഫോറസ്റ്റുകാർക്കാണ് ട്രെയിനിങ് കൊടുത്തത്, ജനങ്ങൾക്കാണ് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ജനങ്ങൾ കൊടുക്കൂല. ഇനി ആന കൊല്ലും.
ആനപ്പ കുഞ്ഞവറാനെ കൊന്നു, ഗോപാലിനെ കൊന്നു, പിന്നെ ആറുമുഖനെ കൊന്നു, ഇനിയും കൊല്ലും ആന ഇനിയും കൊല്ലും, അത് ഉറപ്പാ. എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ശ്രീകുമാരന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോ പേടിയാണ്. കാര്യം ഇതിനു മുമ്പ് ഒരു ഉരുൾപൊട്ടലിന്റെ കാര്യം അത് ഞാൻ സാധ്യത ഇപ്പൊ ഞാൻ പറഞ്ഞു സാധ്യത പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു അയാൾ രാവിലെ വണ്ടി ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ രാവിലെ വണ്ടി ആയിട്ട് പോകുമ്പോ എന്താ ശ്രദ്ധിക്കുന്നത്, 5, 6, 7 മണി സമയത്ത് ആന പാസേജ് ആണ്. വേണമെങ്കിൽ ചിന്തിച്ചോളുക, എനിക്ക് വേണ്ടി ചിന്തിക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾ വേണം ചിന്തിച്ചു, ആന പാസേജ് ടൈമാണ്. അപ്പൊ ഞാൻ ചെറുതും ആന വലുതാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിച്ച് പോവുക. അപ്പൊ അല്ലെങ്കിൽ നില നടയെ കൊണ്ടോ കയറി ആനയ്ക്ക് ചെയ്യേണ്ടത് ആന ചെയ്തോളും. നമ്മൾ ബുദ്ധിമുട്ടുള്ള ആവശ്യമൊന്നുമില്ല. ആനേനെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അതെ 15 ടൺ ഉണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. 1 കോടി രൂപ, 1 കോടി മുതൽ 1.5 കോടി രൂപ വരെ ഒരു ആനയ്ക്ക് വിലയുണ്ട്. ആരോട് പറയാൻ? മുണ്ടക്കൈ പുഴ കരകവിഞ്ഞൊഴുകുന്നു, ആരോട് പറയാൻ? കലക്ടർ അറിയില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഫോട്ടോ എടുത്ത് കളിക്കുന്നു, വാർഡ് മെമ്പർ കള്ളു കുടിച്ച് പോകല്ലാണ്ട് റിസോർട്ടിൽ കിടക്കുന്നു, ആരോട് പറയാം? വന്ദേ മാതരം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. അപ്പോ നമുക്ക് ഇനിയും വരും സാറേ, ഇനിയും ഇതിനിയും തുടങ്ങുമ്പോഴേ ഇതെന്തറിയോ, ഇന്ത്യയുടെ കണക്കെടുക്കാം. നിങ്ങൾ എന്തറിയോ, എന്നെ നിങ്ങളെ കുറിച്ച് പഠിക്കണം. ഇതിൽ പഠനം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യനെ കുറിച്ച് പഠിക്കുക, വിദേശ രാജ്യത്തിനെ കുറിച്ച് പഠിക്കുക, നമ്മളെ കുറിച്ച് പഠിക്കുക, മറ്റുള്ളവരെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വയം സറണ്ടർ ആവും. ആനയെ കുറിച്ച് പറയാം. ആന കഴിഞ്ഞ ദിവസം മുഴുവൻ ചിഹ്നം വിളിച്ചപ്പോൾ ഈ പ്രദേശം മുഴുവൻ സൈലന്റ് ആയിരുന്നു. ഒരു ഈച്ച പറക്കില്ല, അത് പകുതിയെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു 1.5-3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു വന്നത്. എനിക്ക് അവിടെ വന്ന ആനന്റെ മുതുകിന് ചാടായിരുന്നു പറഞ്ഞു. ആനയുടെ മുന്നിൽ ചാടാൻ നിന്നപ്പോ ഞാൻ വീഡിയോ വയ്ക്കാൻ ഞാൻ ഉണ്ടാവില്ല അവിടെ. ആ സാർ മനസ്സിലാക്കണ്ടേ, അത് അറിഞ്ഞിരിക്കുക. 15 ടണ്ണ് ഒരു ആന. അപ്പൊ ഇത് പഠിക്കണം, ഇത് പഠിപ്പിക്കാൻ പറ്റൂല. അതാണ് നിങ്ങൾ അറിയില്ല, നിങ്ങളത് പഠിപ്പിക്കാൻ സമ്മതിക്കൂല, നിങ്ങൾ പഠിക്കൂല, നിങ്ങളോട് പഠിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ നാളെ ആരെങ്കിലും എടുത്താൽ ബൈക്ക് വെച്ചാൽ പോകും, നാളെയും കൊല്ലും, മറ്റന്നാളും കൊല്ലും. മുണ്ടക്കൈ വ്യക്തമായ അനുഭവ പാഠം പുത്തുമന ഉണ്ടായിട്ട് മുണ്ടക്കൈ കൂട്ടക്കൊലപാതകം തുടർന്നു. ആ കൂട്ടക്കൊലപാതകം പറഞ്ഞു പറയാൻ കാരണം സാറേ, 3 ദിവസം മുമ്പ് അവരെ ഒഴിപ്പിക്കാൻ റെയിൻ ഗേജിന്റെ നിയന്ത്രണം ഉണ്ടായിട്ട് എങ്കിലും അത് ബോധപൂർവം മറികടന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് റിസോർട്ട് മാഫിയകൾ നടത്തിയ കൂട്ടക്കൊലപാതകമാണ് അവിടെ. കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, കോടതി കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്, കേസ് പിടിക്കുന്നില്ല. കേസ് നിയമം നടപ്പിലാക്കാൻ നമുക്കറിയാം. ഡെമോക്രസി ഇസ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ഐ ആം ദ ജഡ്ജി, ഐ ആം ദ ലോയർ, ഐ ആം ദ കോർട്ട്. അതാണ് നമ്മൾക്ക് ഓരോരോ മനുഷ്യന്റെ മനസ്സും കോടതിയാണ് സാർ. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്നും തോന്നുകയാണ്, നിങ്ങൾക്ക് എന്നെ കൊന്ന് ആത്മഹത്യ ചെയ്യാം. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് ആത്മഹത്യ, നിങ്ങൾക്ക് ജീവിക്കാം. യുവർ കോർട്ട്, യുവർ മൈൻഡ് ഈസ് കോർട്ടാണ്. അതാണ് മനസ്സിലാക്കണം. ഇവർക്ക് അറിയാനിട്ടല്ല. ആ പൊസിഷൻ സാറിന് അറിയാം. ഇനിയിപ്പോ നിങ്ങൾ എന്റെ ഒരു ഇന്റിമേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് റിലേറ്റീവ് ആണ്, ഇന്റിമേറ്റ് ആൻഡ് റിലേറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് നിന്ന് സംസാരിക്കില്ല. കാരണം ആ പൊതുശ്മശാനത്തിന് കൂട്ടക്കൊലപാതകം നടത്തിയ മൃതശരീരങ്ങൾ ഇവിടെ കൊണ്ടുവന്നു തൊട്ട് താഴെ. അത് എനിക്ക് തന്ന നല്ലൊരു സമ്മാനം. ഞാൻ കാരണം മുഖത്ത് അടിക്കാന്ന് പറഞ്ഞില്ല നമ്മള്. ഈ മുഖത്ത് അടിക്കുന്നത് സാറിന് എന്റെ തുടക്കി അടിക്കുന്നത് വേറെ, ആന്തരിക അവയവങ്ങൾക്ക് അടിക്കുന്ന വേറെ, മുഖത്തടിക്കുന്ന വേറെ. മുഖത്തടിയാണത്. മുഖത്തടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തല കുനിച്ചു പോകും. അതിനെ തുടരും. അതിന് കാരണം ഇനിയിപ്പോ നമ്മളെന്തറിയോ, ഇനി നാടകീയമായ കാലത്തിലൂടെ ലോകം കടന്നു പോകാം. ഇത് ഉരുൾപൊട്ടലും അല്ല സാർ, മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. അതിനെനിക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് മിനിമം ഒരു 7 ദിവസമെങ്കിലും എന്റെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ സാറും പറയും ഉരുൾപൊട്ടലുണ്ടാകും. നിങ്ങളെ വീട്ടിൽ ഗ്യാസ് അടുപ്പിന് തീ കൊടുക്കുന്നു, ഗ്യാസും കുറ്റിക്ക് തീ കൊടുക്കുന്നു, രണ്ടും രണ്ടാം. ഓക്കെ, നമുക്ക് ഇത് ഒരു നമുക്കൊരു സാറ് പറഞ്ഞ പോലെ നമ്മൾക്കൊരു വിദ്യാരംഭമായി കുറിക്കാൻ ഇത്. ഓക്കെ, ഒരു വിദ്യാരംഭമായി കുറിക്കാം. ഇവിടെയാണ് ഇപ്പൊ എനിക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. ഈ വീഡിയോയിലെ ചർച്ച ഇവിടെ ഒന്നും ആവൂല. നമ്മള് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു, മഹാസാഗരത്തിനരികെ എന്ന് പറഞ്ഞു MD വാസുദേവൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കിടക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ രണ്ടുപേരും പ്രകൃതി കിടക്കുക. അപ്പൊ ഇത് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പൊ നല്ലൊരു ദിവസം എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്തൊക്കെ നമ്മുടെ ഈ ചെഗുവേര, നമ്മുടെ ഈ ശ്രീകുമാരേട്ടനെ സംസാരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അറിയാം. അപ്പോ ഇനി എന്താന്ന് വെച്ചാല് ഭാവിയിൽ നമ്മള് ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോകളിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും.
ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഈ തുടക്കം എന്ന് വെച്ചാല് നമുക്ക് സംസാരിച്ച് ദീർഘിപ്പിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് വരുമ്പോൾ ഈ പ്രദേശത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള ഒരു സ്ഥലത്തേക്ക് അതിസാഹസികമായിട്ട് എത്തിപ്പെട്ടിട്ട് എനിക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ, മൈക്ക് പോലും ഞാൻ എടുക്കാതെ, ഞാൻ അത്ര ശ്രദ്ധിക്കാതെയാണ് വന്നത്. ട്രൈപോഡ് മാത്രമേ ഉള്ളൂ, കൂടെ ഒരാളില്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ ആംഗിളിൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒറ്റയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ ആയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അനുവാദം ചോദിച്ച് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അല്ലെങ്കിൽ ശ്രീകുമാരേട്ടൻ എന്ന ഇത്രയും വലിയ എന്താ പറയാ അറിവുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് ഇവിടെ ഈ വീഡിയോ ചെറുതായിട്ട് ചുരുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, റിസ്ക് എടുത്താണ് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ അത്രമാത്രം റിസ്ക് എടുത്തിട്ട് വേണം ഞാൻ അവിടേക്ക് എത്താൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇനി ഹാജരാകുമെന്ന് അറിയിച്ചുകൊണ്ട് താങ്ക് യു. ശരി, താങ്ക് യു.